ഞാൻ സുരേഷ് ഗോപിയാണ്. ഞാനിപ്പോ കമ്മീഷണറോട് സംസാരിച്ചിട്ടുണ്ട്. ഞാനിപ്പോ കൊല്ലം കമ്മീഷണറോട് സംസാരിച്ചിട്ടുണ്ട്. അവരിപ്പോ ഇതിനകത്ത് നേരിട്ട് ഇടപെടും. അവർ ഓൾറെഡി പോസ്റ്റൽ പോലീസിന് ഇതിനകത്ത് ഊർജിതമായിട്ട് ഇടപെടാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. രേഷ്മ ഇപ്പൊ വീട്ടിലേക്ക് പോകണം, നടപടി സ്വീകരിച്ചിരിക്കും. അതിനവർക്ക് എന്തെങ്കിലും പിന്തുണ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഞാനും കൂടി അതിലേക്ക് എന്റെ ശ്രമം ചേർക്കുന്നതായിരിക്കും. ഒറ്റ രാത്രി കൊണ്ട് ഒരു ഹെലിപ്പാഡ്, അതാണ് കൊല്ലം വള്ളിക്കാവ് അമൃതപുരിയിൽ നടന്ന് കൊല്ലം നീണ്ടകരയിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ തെരച്ചിലിനായി ഒറ്റ രാത്രി കൊണ്ട് ഒരു ഹെലിപ്പാഡ് തീർത്ത് നേവിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സൗകര്യം ഒരുക്കുകയാണ് മാതാ അമൃതാനന്ദമയി മഠം. അമൃതപുരിയിലെ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലാണ് ഇവർ ഈ ഹെലിപ്പാഡ് ഒരുക്കിയത്. അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും കൊല്ലം ജില്ലാ ഭരണകൂടത്തിന്റെയും ആവശ്യത്തിന് പിന്നാലെയാണ് ഈ അമൃതപുരിയിലെ ഹെലിപ്പാഡ് നിർമ്മാണം തുടങ്ങിയത്. കാണാതായ മത്സ്യത്തൊഴിലാളി ഗൗതം കൃഷ്ണനെ തിരയാൻ നാവികസേനയുടെ INS കൽപ്പേനി എന്ന കപ്പൽ നീണ്ടകരയിൽ എത്തി. നേവിയുടെ സ്കൂബ ഡൈവിംഗ് ടീമും എത്തി. കരുനാഗപ്പള്ളി അമൃത വിശ്വവിദ്യാപീഠം ഗ്രൗണ്ടിൽ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററിനായി പ്രത്യേകം ഹെലിപ്പാഡ് നിർമ്മിച്ചു. ഇന്ധനം നിറയ്ക്കാൻ IOCയുടെ ടാങ്കും നിർമ്മിച്ചു. സുരേഷ് ഗോപിയുടെ ഇടപെടലിലാണ് ഈ ക്രമീകരണങ്ങൾ.